ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് വിശ്വാസം അനുകരിപ്പീൻ. പിതാക്കന്മാരെ അനുസ്മരിക്കുവാനും അവരുടെ വിശ്വാസം അനുകരിപ്പാനും സഭ ആഹ്വാനം ചെയ്യുന്നു. മരണത്തിന് ശേഷവും ആ ബന്ധവും കൂട്ടായ്മയും നിലനിർത്തുന്നതിനുള്ള മാർഗമാണ് ആരാധനയിലും പ്രാർത്ഥനകളിലും അവരെ ഓർക്കുക എന്നത്. കോട്ടയം പുത്തൻപള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന സെമയോൻ മാർ അത്താനാസിയോസ് തിരുമേനി വിശുദ്ധമായ ജീവിതം കൊണ്ട് ധന്യതയാർന്ന വ്യക്തിത്വമാണ്. 1881 മലങ്കരയിലേക്ക് കടന്നു വന്ന് 889 കാലം ചെയ്ത 8 വർഷം ഈ പ്രദേശത്ത് സുവിശേഷത്തിൻ്റെ സത്യവിശ്വാസത്തിൻ്റെ മാർഗം പറഞ്ഞു തന്ന ധന്യപിതാവ് ഇപ്പോഴും ജനഹൃദയങ്ങളിൽ ആരാധ്യനായി പ്രശോഭിക്കുകയാണ്. സത്യവിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ട ഒരു കാലഘട്ടം, സഭ പ്രതിസന്ധികളിൽ തകർന്ന അടിയുമായിരുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ ഇവിടെ എത്തി, ഇവിടെ താമസിച്ച് വിശ്വാസത്തിൻ്റെ മാർഗം പകർന്നു തന്നു എന്നുള്ളതാണ് ആ ധന്യപിതാവിൻ്റെ സവിശേഷത. മരുഭൂമിയിലെ പിതാക്കന്മാരെ പോലെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടും ഹൃദയബന്ധിതമായ വിശ്വാസ ശൈലി കൊണ്ടും ആ പിതാവ് ഏറെ ശ്രദ്ധേയനായിരുന്നു. ഇന്നും യാതൊരു പരസ്യവും കൂടാതെ അനേകം ആളുകൾ ഈ കബറിടത്തിലെത്തി ധന്യത കണ്ടെത്തുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പ്രത്യേകാൽ എന്തെങ്കിലും വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോയവർ ഈ പിതാവിൻ്റെ സന്നിധാനത്തിൽ വന്ന് നേർച്ച നേർന്ന് അത് കണ്ടുകിട്ടുന്നു എന്നുള്ളത് ഒരുപാട് ആളുകളുടെ അനുഭവമാണ്. മാത്രമല്ല, സന്ധ്യകളിൽ ഇവിടെ എത്തി ഏകമായും കുടുംബമായും പ്രാർത്ഥിച്ച് വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ കണ്ടെത്തുന്ന ആളുകളും നിരവധിയാണ്. മനുഷ്യൻ വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ വീർപ്പുമുട്ടുമ്പോൾ, സാന്ത്വനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും തീരം തേടി അലയുമ്പോൾ, അങ്ങനെയുള്ളവർക്ക് ആശ്രയിക്കാവുന്ന, അഭയപ്പെടാവുന്ന ഒരു സന്നിധാനമാണ് ഈ കബറിടം. ഭാഗ്യസ്മരണാർഹനായ ഈ പിതാവിൻ്റെ പ്രാർത്ഥന ഇന്ന് അനേക വ്യക്തിജീവിതങ്ങളെയും കുടുംബങ്ങളെയും അനുഗ്രഹത്തിൽ നിലനിർത്തുന്നു എന്നുള്ളതിൽ രണ്ടു പക്ഷമില്ല. അടുത്ത സമയങ്ങളിൽ ഈ കബറിടത്തിൽ പ്രാർത്ഥിച്ച് ലഭിച്ച സവിശേഷമാർന്ന അനുഗ്രഹങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഞാനിത് പറയുന്നത്. എൻ്റെ മാത്രമല്ല, കുറേ സ്നേഹിതർ ഈ കബറിടത്തിലൂടെ അത്തരത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളെ കണ്ടെത്തിയതിൻ്റെ സാക്ഷ്യവും എൻ്റെ സ്മരണയിലുണ്ട്. ആ സൗഹൃദ മനസ്സുകളുടെ നിർബന്ധം കൂടിയാണ് ഈ വാക്കുകൾ ഈ പിതാവിനെ സംബന്ധിച്ച് സംസാരിക്കുന്നതിന് പ്രേരകമായത്. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ഈ പിതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമാവട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.